നല്ല സാധനങ്ങളെ വായിലിടും. ഇനിയും തുപ്പിക്കളഞ്ഞു പോയാൽ അത് വീണ്ടും വായിലെടുത്തിടത്തില്ല. പത്രോസ് പറയുന്നത്, ഛർദ്ദിച്ചത് ഭക്ഷിക്കുന്നത് നായാണ്, അത് മനുഷ്യ സ്വഭാവവും ദൈവ സ്വഭാവവുമല്ല. ഇവിടെ പറയുന്നു, ഞാൻ നിന്നെ എന്റെ വായിൽ നിന്ന് തുപ്പിക്കളയും, കാരണം നീ തണുപ്പോ ചൂടോ ഇല്ലാതെ മന്നോഷ്ടനായി ജീവിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഞാനും നിങ്ങളും കർത്താവിന്റെ വായിലാണ്. നമ്മളെ കർത്താവ് തുപ്പിക്കളയുവാൻ അനുവദിക്കരുതേ. തുപ്പിക്കളയുന്നത് ഞാനും നിങ്ങളും തണുപ്പോ ചൂടോ ഇല്ലാതെ മന്നോഷ്ടരായി ജീവിക്കുമ്പോൾ നമുക്ക് ഇതേതവസ്ഥയാണെന്ന് ചിന്തിക്കാം. ഏതായാലും തണുപ്പോ ചൂടോ ഉള്ള അവസ്ഥ പാപാവസ്ഥയല്ല. ആയിരുന്നെങ്കിൽ, നാം അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് കർത്താവ് ആഗ്രഹിക്കുകയില്ല. അപ്പോൾ പിന്നെന്താണ് പാപാവസ്ഥ? മന്നോഷ്ടാവസ്ഥ. അങ്ങനെയാണെങ്കിൽ ദൈവമേ, നീ ആഗ്രഹിക്കുന്നു ഞാൻ തണുപ്പായിരിക്കണം അല്ലെങ്കിൽ ചൂടായിരിക്കണം, ഈ അവസ്ഥ ഞങ്ങളെ പഠിപ്പിക്കണമേ. വിശുദ്ധ ഗ്രന്ഥത്തിലെ വിശുദ്ധരെ നമ്മൾ കാണാൻ പോവുകയാണ്. ആദ്യമായിട്ട് സ്നാപക യോഹന്നാൻ ചൂടുള്ള, ജ്വലിക്കുന്ന, ഓടി നടക്കുന്ന, തീഷ്ണതയാൽ നിറഞ്ഞ ഒരു ക്രൈസ്തവ ജീവിതത്തിന്റെ പ്രതീകമാണ് സ്നാപക യോഹന്നാൻ. ഫ്രാൻസിസ് അസീസി ആത്മാവിൽ ജ്വലിച്ച് യേശുനാഥനെ കൊടുക്കുവാൻ വേണ്ടി പരക്കം പായുന്ന, ത്യാഗം സഹിക്കുന്ന ഒരു ക്രൈസ്തവ ജീവിതത്തിന്റെ പ്രതീകമാണ് ഫ്രാൻസിസ് അസീസി. തോമാസ് ലീഗായും ഫ്രാൻസിസ് സേവറും ഒക്കെ ഇന്ത്യയിലും കേരളത്തിലും വന്നു. കാരണം ആ കൊച്ചിനെ പോയി, ആ കൊച്ചിനെ പുറത്തുകൊണ്ടുപോയി. കാരണം അവരെല്ലാവരും ചൂടുള്ള ക്രൈസ്തവ ജീവിതത്തിന്റെ മാതൃകകളായിരുന്നു. അതുകൊണ്ട് അവരെ കരയും കടലും കടന്ന് അവർ ഭാരതത്തിലും കേരളത്തിലും വന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതാണ് ചൂടുള്ള ക്രൈസ്തവ ജീവിതം. രണ്ട്, തണുപ്പായിരുന്നെങ്കിൽ. പരിശുദ്ധ കന്യകാമറിയം കടല് കടന്നില്ല, രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് പോയില്ല. പിന്നെയോ ശാന്തമായി പ്രാർത്ഥനാ ജീവിതം നയിച്ചുകൊണ്ട്, ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട്, രക്ഷാകര വേലയിൽ ദൈവസുതനോട് പങ്കുചേരുന്ന തണുത്ത ക്രൈസ്തവ ജീവിതത്തിന്റെ പ്രതീകം കൊച്ചു ത്രസ്യ. മഠത്തിന്റെ മതിൽക്കെട്ടിനുള്ളിൽ പ്രാർത്ഥനാ ജീവിതം നയിച്ചുകൊണ്ട്, ജീവിതം സമർപ്പിച്ചുകൊണ്ട്, ലോകത്തെ സമർപ്പിച്ചുകൊണ്ട് തണുപ്പുള്ള ക്രൈസ്തവ ജീവിതത്തിന്റെ മാതൃകയായിരുന്നു യേശുനാഥൻ. ഈ രണ്ട് മാതൃകയും വെച്ചുകൊണ്ട് ഈ സന്ധ്യാസമയത്ത് നമ്മോട് പറയുന്നു, ഞാനും നിങ്ങളും ഇതിലേതെങ്കിലും ഒന്നായിരുന്നെങ്കിൽ, മറിച്ച് ഇത് രണ്ടുമല്ലാതെ വാട്ടവെള്ള പരുവത്തില് ക്രൈസ്തവ ജീവിതം നയിച്ചാൽ, ദൈവജനമേ, ഇത് വചനം വഴി കർത്താവിന്റെ വാണിംഗാണ്, ഞാൻ നിന്നെ എന്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. എന്താ വാട്ടവെള്ളപ്പരുവം? പ്രാർത്ഥനയുണ്ടോ? പ്രാർത്ഥനയുണ്ട്. പള്ളി വരുന്നുണ്ടോ? പള്ളി വരുന്നുണ്ട്. ധ്യാനമുണ്ടോ? ധ്യാനമുണ്ട്. ബൈബിളുണ്ടോ? ബൈബിളുണ്ട്. എല്ലാമുണ്ട്. ഒരു തീഷ്ണതയിലുമല്ല, തണുത്തതുമല്ല, നാമമാത്രമായ രീതിയിൽ അനുഷ്ഠാനങ്ങൾ ഒതുങ്ങിക്കൊണ്ട്
ആത്മീയമായി വളരാതെ ചടങ്ങുകൾ നിർവഹിച്ചുകൊണ്ട് വാട്ടവെള്ള പരുവത്തിൽ ജീവിക്കുന്ന വ്യക്തിയോട് കർത്താവിന്റെ വചനം പറയുന്നു, ഞാൻ നിന്നെ എന്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. ചില വിനയപ്പെട്ടു പോയാൽ കുഴപ്പമുണ്ടോ? ഇത് പെങ്ങന്മാരെ, ചില വിനയം കൂടിപ്പോയാൽ കുഴപ്പമുണ്ടോ? ഉണ്ടോ? ഇല്ല. ചില അനുതാപം കൂടിപ്പോയാൽ കുഴപ്പമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ആരെയും ഒഴിവാക്കുന്നില്ല. എന്നോടും നിങ്ങളോടും കർത്താവ് പറയുന്നു, ക്രിസ്ത്യാനിയാണോ എങ്കിൽ സ്നാപക യോഹന്നാനെ പോലെ നിങ്ങളുടെ ഇടവകയിൽ, ഫ്രാൻസിസ് അസീസിയെ പോലെ നിങ്ങളുടെ ചുറ്റുപാടുകളിൽ, സെയിന്റ് തോമസിനെ പോലെ നിങ്ങളുടെ ബന്ധുക്കളിടയിൽ, പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ ഉത്തമയായ ഭാര്യ, വല്യമ്മ, മരുമകളായി, കൊച്ചു തുളസിയായെ പോലെ മഠത്തിന്റെ അതിർത്തിക്കുള്ളിൽ. ദൈവജനമേ, കർത്താവ് പറയുന്നു, ഇത് രണ്ടുമല്ലെങ്കിൽ എല്ലാം വ്യർത്ഥമാണെന്നും ഞാൻ തുപ്പിക്കളയുമെന്നും കർത്താവ് ഈ സന്ധ്യാസമയത്ത് ഈ ധ്യാനാവസരത്തിൽ നമ്മോട് സംസാരിച്ചിരിക്കുക. കൈയുയർത്തുക, കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുദാദാ, കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ. ഞങ്ങൾക്ക് അങ്ങ് മാതൃകയായി തന്ന വിശുദ്ധരുടെ ജീവിത ശൈലികൾ ഞങ്ങളുടെ വീടുകളിൽ, ചുറ്റുപാടുകളിൽ, ഇടവകയിൽ പോകുന്നിടത്തല്ല നാഥാ, നാഥാ, നാഥാ ഞങ്ങളായിരിക്കുവാൻ കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ. കർത്താവേ, ഞങ്ങളെ ആരെയും അങ്ങയുടെ വായിൽ നിന്ന് തുപ്പിക്കളയരുതേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവിനെ കർത്താവേ സ്തോത്രം, കർത്താവേ നന്ദി, കർത്താവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇനിയും കർത്താവ് പറയുന്നു, വാട്ടവെള്ളമായി പോകാനുള്ള കാരണം എന്തെന്നാൽ ഞാൻ ധനവാനാണ്. ഇതാ നമ്മുടെ കുഴപ്പം. ഞാൻ ധനവാനാണ്. എന്ത് സാമ്പത്തികമായിട്ടുള്ള കാര്യം അവിടെ നിൽക്കട്ടെ, ആത്മീയമായിട്ടെടുക്കാം. ഞാൻ ധനവാനാണ്, എനിക്ക് പള്ളിയുണ്ട്, കുമ്പസാരമുണ്ട്, ഞാൻ വിവരിക്കുന്നില്ല, ഞാൻ ഉപവസിക്കുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ നല്ലവനാണ്, ഞാൻ ആത്മീയമായി ധനവാനാണെന്ന് സ്വയം അവകാശപ്പെടുന്നു. ഞാൻ ധനവാനാണ്, എനിക്ക് സമ്പത്തുണ്ട്, ഒന്നിനും കുറവില്ല എന്ന് നാം പറയുന്നു. ആത്മീയമായി എനിക്കെല്ലാം ഉണ്ടെന്ന്, ഒരു കുറവുമില്ലെന്ന് ഞാൻ ഹൃദയത്തിൽ അഭിമാനിക്കുന്നു. കർത്താവ് പറയുന്നു, ഈ പരിസര അവസ്ഥയാണ്, ഈ മനോഭാവമാണ് നിന്നെ യഥാർത്ഥ ക്രിസ്ത്യതയിലേക്ക് നയിക്കാത്തത്, കർത്താവിന്റെ വായിൽ നിന്ന് തുപ്പിക്കളയുവാൻ ഇടയാക്കുന്നത്. എന്നിട്ട് നമ്മുടെ അവസ്ഥ കണ്ടിട്ട് കർത്താവ് ഇതാ മാർക്ക് ചെയ്യുന്നു. എന്താ? എന്നാൽ നീ നികൃഷ്ടനും, ഒന്നിനും കുറവില്ല, പള്ളിയുണ്ട്, പ്രാർത്ഥനയുണ്ട്, ബൈബിളുണ്ട്, നന്മയുണ്ട് എന്ന് പറയുന്ന നമ്മോട് കർത്താവ് പറയുന്നു, നീ നികൃഷ്ടയാണ്. ആരെയും ഒഴിവാക്കുന്നില്ല. നീ നികൃഷ്ടനാണ്, നീ ദയനീയനും. നിനക്ക് നിന്റെ അവസ്ഥ ദയനീയമാണ്. നിനക്ക് കാണാൻ സാധിക്കുന്നില്ല. നീ വിചാരിക്കുന്നു നീ മരിച്ചാൽ സ്വർഗത്തിലേക്ക് പോകുമെന്ന്. എന്നാൽ നിന്റെ അവസ്ഥ ദയനീയമാണ്. നീ ദരിദ്രനാണ്. ആത്മീയമായി സമ്പത്തുണ്ടെന്ന് പറയുന്നു, പക്ഷേ നീ ദരിദ്രനും അന്ധനാണ്. നീ പറയുന്നു എനിക്ക് കാണാം, എനിക്ക് ഗ്രഹിക്കാം, കാര്യങ്ങൾ അറിയാം, മനസ്സിലാക്കാം,
വിവേചനാപരമുണ്ട്, എനിക്ക് എല്ലാം അറിയാം. എന്നാൽ നീ അന്ധനാണ്, നീ നഗ്നനാണ്. കർത്താവ് നിന്റെ നഗ്നത കാണുന്നു, നീ കാണുന്നില്ല. കർത്താവ് നിന്റെ പോരായ്മ കാണുന്നു. നീ അന്ധനും ദരിദ്രനും നഗ്നനുമാണെന്ന് നീ അറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. കൈയുയർത്തിക്കേ. നമ്മുടെ അവസ്ഥ, പരിതാപകരമായ അവസ്ഥ കർത്താവ് ഈ ധ്യാനത്തിൽ കാണുവാൻ, പശ്ചാത്തപിക്കുവാൻ, യഥാർത്ഥ ക്രിസ്തീയതയിൽ വളരുവാൻ കൃപ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാഥാ, നാഥാ, വലിയ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. കർത്താവേ, ഞങ്ങളെ കാണുവാൻ, ഞങ്ങളെ കാണുവാൻ, ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാൻ, ഞങ്ങളെ കാണുവാൻ, ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാൻ നാഥാ കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ. യേശുവേ, ഈ വചനങ്ങൾ സ്വീകരിക്കുന്നതിന് ഞങ്ങളിൽ തടസ്സമായിട്ടുള്ള സാത്താന്റെ എല്ലാ സ്വാധീനങ്ങളും ബന്ധിക്കപ്പെടട്ടെ, നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കുക. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അടുത്തത്, ധനികരാകണമെങ്കിൽ എന്തു വേണമെന്ന്. ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, ദൈവം എന്നെയും നിങ്ങളെയും തന്റെ മുമ്പിൽ ധനികരായി, ഉയർന്നവരായി, വലിയവരായി അംഗീകരിക്കണമെങ്കിൽ ഞാൻ നിന്നെ ഉപദേശിക്കുന്നു. ഒന്ന്, അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക. വിശ്വാസി, നീ ധനികയാകണമെങ്കിൽ കർത്താവ് അരുളി ചെയ്യുന്നു, അഗ്നിശുദ്ധി വരുത്തിയ സ്വർണമുണ്ടോ എങ്കിൽ നീ ധനികനാണ്, ധനികയാണ്. എന്തോന്ന് അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം? യെശയ്യാ 48 പറയുന്നു, ഞാൻ നിന്നെ ശോധന ചെയ്യുന്നു, വെള്ളി പോലെയല്ല. കഷ്ടതയുടെ ചൂളയിൽ ഞാൻ നിന്റെ വിശ്വാസത്തെ ശോധന ചെയ്യും. അങ്ങനെ കഷ്ടതയുടെ ചൂളയിൽ നിന്റെ വിശ്വാസത്തിൽ നീ മുറുകെ പിടിച്ച് നിലനിൽക്കുന്നെങ്കിൽ, വളരുന്നെങ്കിൽ നീ ധനികനാണ്. അപ്പോൾ സ്വർണമെന്ന് പറഞ്ഞാൽ നമ്മുടെ കഷ്ടതയുടെ ചൂളയിൽ ശോധന ചെയ്യപ്പെടുന്ന, അതിൽ വിജയിക്കുന്ന, മായമില്ലാത്ത നമ്മുടെ വിശ്വാസമാണ്. ഇത് നമുക്കുണ്ടോ, അവൻ ധനികനാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വീണ്ടും, രോഗങ്ങളിൽ യേശുവിനെ സ്വീകരിച്ച വ്യക്തി നീ രോഗിയായി. നിന്റെ രോഗാവസ്ഥയിൽ നിന്നെ ധനികനാക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നിനക്ക് നിന്റെ വിശ്വാസത്തിൽ നിന്റെ രോഗാവസ്ഥയിൽ മുറുകെ പിടിക്കുവാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നാം ധനികരായിരിക്കും. ധ്യാനമൊക്കെ കൂടി അപ്പോഴാണ് അപമാനം, പരദൂഷണം, നിന്ദനം. യേശു ചോദിക്കുന്നു, എന്നോടുകൂടെ നിന്റെ വിശ്വാസത്തെ മുറുകെ പിടിക്കുവാൻ തയ്യാറുണ്ടോ എങ്കിൽ നീ ധനികനാണ്, ധനികയാണ്. പ്രൈസ് ദി ലോർഡ്. കുടിയനായ ഭർത്താവ് ധ്യാനം കൂടി പ്രാർത്ഥനാക്കുറിപ്പ് ലീഡറാ, പക്ഷെ ഭർത്താവ് കള്ളും കഞ്ചാവുക. നിന്നെ അപമാനിക്കും, നിന്നെ നിന്ദിക്കുന്നവരുണ്ടാകും. നിനക്ക് നിന്റെ ഭർത്താവിന് വേണ്ടി, നിന്റെ മക്കൾക്ക് വേണ്ടി, ഇടവയ്ക്ക് വേണ്ടി നിന്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നിന്റെ കുടുംബത്തിൽ ജീവിക്കാമോ? കർത്താവ് പറയുന്നു, എങ്കിൽ നീ ക്രൈസ്തവ ജീവിതത്തിൽ ധനികയായിരിക്കും.